മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ നവീകരണ പ്രവർത്തനങ്ങൾ പൊടിപൊടിക്കുന്നു. മുഖ്യമന്ത്രിയും കുടുംബവും വിദേശ സന്ദർശനത്തിന് പോയതിന്റെ പിറ്റേ ദിവസം മുതലാണ് വിവിധ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ക്ലിഫ് ഹൗസിലെ മരപ്പട്ടി ശല്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ പരാതി പറഞ്ഞിരുന്നു. വാർഷിക മെയിന്റനൻസിന്റെ ഭാഗമായുള്ള പ്രവൃത്തികളാണ് നടക്കുന്നത്. വിദേശ സന്ദർശനം കഴിഞ്ഞ് മുഖ്യമന്ത്രി എത്തുന്നതിന് മുമ്പ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും. നീന്തൽക്കുളത്തിന്റെ വാർഷിക മെയിന്റനൻസും നടക്കുന്നുണ്ട്. ഊരാളുങ്കലിഞ്ഞാണ് നീന്തൽക്കുളത്തിന്റെ വാർഷിക പരിപാലന ചുമതല. നീന്തൽക്കുളത്തിന്റെ 5ാം ഘട്ട വാർഷിക പരിപാലനമാണ് നടക്കുന്നത്. 4ാം ഘട്ട വാർഷിക പരിപാലനത്തിന് 3,84,000 രൂപയാണ് ചെലവഴിച്ചത്. ഓരോ വർഷവും നീന്തൽക്കുളത്തിന്റെ വാർഷിക പരിപാലനം നടത്തും. 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ് കുളം നവീകരിച്ചത്. നവീകരണത്തിനായി 18,06,785 രൂപയും റൂഫിന്റെ ഡ്രസ് വർക്കുകൾക്കും പ്ലാൻ റൂമിന്റെ നവീകരണത്തിനുമായി 7,92,433 രൂപയും വാർഷിക അറ്റകുറ്റപ്പണികൾക്കായി 5,93,000 രൂപയും ചെലവഴിച്ചിരുന്നു. വാർഷിക പരിപാലനം ഉൾപ്പെടെ നീന്തൽക്കുളത്തിനായി പിണറായി മുഖ്യമന്ത്രിയായതിനു ശേഷം ചെലവഴിച്ചത് 44 ലക്ഷം രൂപയാണ്. 11 ലൈഫ് മിഷൻ വീടുകൾ വയ്ക്കാനുള്ള തുകയാണ് ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളത്തിനായി 2016 മുതൽ ചെലവഴിച്ചത്.